1922 ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിൽ തന്റെ പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു ഹിൻഡർ കഫെക് ഫാമിലിയിലെ ഏക മകൾ വിക്ടോറിയ ഗുർബർഗ്. അവൾ അന്ന് കുറച്ച് ഹാപ്പി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ആ വീട്ടിൽ എന്തൊക്കെയോ ദുരൂഹമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ മെയ്ഡിന് പകരം ഒരു പുതിയ മെയ്ഡ് വരുന്ന ദിവസമായിരുന്നു അന്ന്. ആ വീട്ടിലെ ചില കാര്യങ്ങൾ അവളെ അലട്ടിയിരുന്നുവെങ്കിലും ഇതൊരു പുതിയ തുടക്കമാകട്ടെ എന്ന് അവൾ വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം ഈ കുടുംബത്തിലെ ആരെയും തന്നെ പുറത്ത് ആരും കണ്ടില്ല. ഇത് അന്വേഷിക്കാനായി അവരുടെ വീട്ടിൽ ചെന്ന നൈബേഴ്സ് കണ്ടത് വളരെ ഹൊറിഫിക്കും ചില്ലിങ്ങുമായിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങളാണ്. അതെന്താണെന്ന് അറിയുന്നതിന് മുൻപേ നിങ്ങൾക്ക് ഇതുപോലത്തെ റിയൽ ഇവന്റ് സ്റ്റോറി ഫോർമാറ്റിൽ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ദിസ് ഇസ് ദ ചാനൽ ഫോർ യു. നമ്മൾ ഇതുപോലത്തെ സ്റ്റോറീസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. നൗ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. ഹിൻഡർ കഫെക് ഫാമിലി ജർമ്മനിയിലെ ആ ഗ്രാമത്തിലെ വളരെ ഓണസ്റ്റും ഹാർഡ് വർക്കുമായിട്ടുള്ള കുടുംബത്തിൽ ഒന്നായിരുന്നു. വീട്ടിന്റെ ഗൃഹനാഥനായ ആൻഡ്രിയാസ് ഗർബർ, അയാളുടെ ഭാര്യ സിസീലിയ, ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ഒരേ ഒരു മകൾ വിക്ടോറിയ, വിക്ടോറിയയുടെ രണ്ട് മക്കളായ സിസീലിയയും ജോസഫുമായിരുന്നു ഈ കുടുംബത്തിലെ അംഗങ്ങൾ. വിക്ടോറിയയ്ക്ക് ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. അയാൾ എങ്ങനെയോ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുന്നേ അവർക്കൊരു മെയ്ഡ് ഉണ്ടായിരുന്നു, ക്രിസൻസസ്. പക്ഷെ ആ വീട്ടിൽ എന്തൊക്കെയോ ദുരൂഹമായി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ ആ വീട്ടിൽ നോടി രക്ഷപ്പെട്ടു. അവൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. രാത്രി ഇവൾ കിടക്കുമ്പോൾ മേളിലെ ആറ്റിക്ക് നിന്ന് ആരോ നടക്കുന്നത് പോലത്തെ ശബ്ദം ഇവൾ കേട്ടു. അത് മാത്രമല്ല എല്ലാ ദിവസവും 12 മണിക്ക് അവളുടെ ഡോർ തന്നെത്താനെ തുറക്കും. പക്ഷെ ദ ഇൻട്രസ്റ്റിംഗ് തിങ്, അവൾ എന്നും ആ ഡോർ പൂട്ടിയിട്ടിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. ഇതെല്ലാം അവൾ ഈ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ സൈ കെട്ടാണ് അവൾ ഈ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. ഈവൻ ആ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സും കുറച്ച് അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് വിക്ടോറിയയുടെ അച്ഛൻ ആൻഡ്രിയാസ് വീട്ടിന് പുറത്ത് മഞ്ഞിൽ അജ്ഞാതമായ ഒരു കാൽപ്പാട് ശ്രദ്ധിച്ചു. ആൻഡ് ഇൻഫാക്ട് ആ കാൽപ്പാട് വീട്ടിനകത്തേക്ക് മാത്രമാണ് വരുന്നത്, പുറത്തേക്ക് പോകുന്നത് അയാൾ കണ്ടില്ല. അത് മാത്രമല്ല അവരുടെ വീട്ടിൽ ആരും യൂസ് ചെയ്യാത്ത മാഗസിൻസ് ആ വീട്ടിൽ കിടക്കുന്നത് അയാൾ കണ്ടു. ആൻഡ് ഓൾസോ ഇവരുടെ വീടിന്റെ പുറകിലുള്ള ടൂൾ ഷെഡിന്റെ വാതിൽ ആരോ ഫോഴ്സ്ഫുള്ളി തുറക്കാൻ ശ്രമിച്ചതുപോലെയും ഇയാൾ കണ്ടു. മേ ബി ആരെങ്കിലും മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം എന്ന് വിചാരിച്ച് ഇയാൾ അത് വലിയ കാര്യമാക്കിയില്ല. ബിഗ് മിസ്റ്റേക്ക്. ഇത്രയും റെഡ് ഫ്ലാഗ് ഒക്കെ ഉള്ള ഒരു വീട്ടിൽ പേഴ്സണലി ഞാൻ താമസിക്കില്ല. പക്ഷെ ഇവർ ഈ വീട്ടിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവരുടെ പഴയ മെയ്ഡ് പോയി 6 മാസത്തിന് ശേഷം ഇവർക്കൊരു പുതിയ മെയ്ഡിന് ലഭിക്കുന്നു, മറിയ. ഈ മറിയ വരുന്നത് കൊണ്ടാണ് വിക്ടോറിയ വളരെ ഹാപ്പി ആയിരുന്നത്. പക്ഷെ അന്നത്തെ ദിവസത്തിന് ശേഷം നൈബേഴ്സ് ആ വീട്ടിൽ കുറച്ച് അൺയൂഷ്വൽ ആയ കാര്യങ്ങൾ നടക്കുന്നതായി ശ്രദ്ധിച്ചു. ആ വീട് പണ്ടത്തേലും ഭയങ്കര ക്വയറ്റ് ആയിരുന്നു, ലൈക്ക് ആരും അവിടെ ഇല്ലാത്ത പോലെ. പക്ഷെ അവർ ആ വീട്ടിലോട്ട് നോക്കുമ്പോൾ ചിമ്മിനി കത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഫാം ആണല്ലോ, ഫാമിലെ ആനിമൽസിനൊക്കെ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, പക്ഷേ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സൈലൻസ്. അത് മാത്രമല്ല വിക്ടോറിയയുടെ മകൾ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ആബ്സെന്റ് ആവുന്നതുകൊണ്ട് സ്കൂളുകാരും വലിയ കാര്യമാക്കിയില്ല. മോർ ഓവർ ഈ ഫാമിലി അവർ മാൻഡേറ്ററി അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്ന സൺഡേ ചർച്ചും മിസ്സാക്കി, വിച്ച് വാസ് എ ബിറ്റ് വിയേർഡ് ഫോർ നെയ്ബേഴ്സ്. പക്ഷെ ഇതെല്ലാം കുറച്ചുകൂടെ വിയേർഡ് ആയത് ഇവരുടെ നെയ്ബർ ഇവരുടെ വീട്ടിലുള്ള മോട്ടോർ നന്നാക്കാൻ വന്നപ്പോഴായിരുന്നു. അയാൾ വീട്ടിൽ നോക്കിയപ്പോൾ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. സോ അയാൾ അവരുടെ വീട്ടിലെ ബാക്ക് സൈഡിലുള്ള ടൂൾ ഏരിയയിലേക്ക് പോയി. അവിടെ ചെന്ന് അയാൾ അയാളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ വർക്ക് തീർന്നിട്ടും ആ വീട്ടിലെ ഒരു മെമ്പറിനെ പോലും ഇയാൾ അവിടെ കണ്ടില്ല. ഇതിൽ ഭയങ്കര ക്രീപ്ഡൌട്ടായ ഇയാൾ അയാളുടെ വീട്ടിൽ ചെന്ന് അയാളുടെ 2 മക്കളെ ഇവരുടെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടി അന്വേഷിക്കാൻ വിടും. ഈ മക്കൾ ആ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ആ വീട്ടിൽ ആരുടെ പ്രസൻസും ഇല്ല. അതുകൊണ്ട് ഈ വീട്ടിന്റെ വാതിൽ അടിച്ചു തുറന്ന് ഇവർ അകത്തേക്ക് കയറി ബെഡ്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് വിക്ടോറിയയുടെ ഇളയ മകൻ ജോസഫ് അവന്റെ തൊട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണ്. അതിന്റെ അപ്പുറത്തെ റൂമിൽ അവരുടെ പുതിയ മെയ്ഡ് മറിയ അവരുടെ ബെഡിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഇത് കണ്ട് ഷോക്കായ ഇവർ ഈ കുടുംബത്തിന്റെ ബാണിൽ ചെന്നപ്പോ ബാണിൽ വൈക്കോലുകൾ കൂട്ടിയിട്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു കാൽ പൊങ്ങി നിൽക്കുന്നതായി കണ്ടു. ഇതെല്ലാം കണ്ട് ഹൊറിഫൈഡ് ആയ ഇവർ അത് ആരുടെ മൃതദേഹമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരത് പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോൾ അതിനടിയിൽ വേറൊരു ശരീരം കിടക്കുന്നു. അത് മാറ്റാൻ ശ്രമിച്ചപ്പോൾ അതിനടിയിൽ വേറൊരു ശരീരം കിടക്കുന്നു. അങ്ങനെ 4 ശരീരം ഒന്നിന് താഴെ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ചു പോയ ഇവർ അപ്പൊ തന്നെ പുറത്തിറങ്ങി പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്ന് നോക്കിയപ്പോൾ വിക്ടോറിയയുടെ കഴുത്തിൽ മാത്രം ആരോ കത്തി കൊണ്ട് മുറിച്ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. ആൻഡ് അത് മാത്രമല്ല ഈ ശരീരം അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1-1.5 ആഴ്ചയോളമായി ഈ ശരീരം ആ വീട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇത് ആരാണ് ചെയ്തതെന്നോ എന്തുകൊണ്ടാണ് ചെയ്തതെന്നോ പോലീസിന് കണ്ടുപിടിക്കാനേ കഴിഞ്ഞില്ല. ബട്ട് ദ വിയർഡ് തിങ് ഈസ് ഇവർ മരിച്ചിട്ട് 1-1.5 ആഴ്ച ആയെങ്കിൽ ആ വീട്ടിൽ ആരായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്?
ആരാണ് ആ വീട്ടിലെ മൃഗങ്ങൾക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത്? ആരാണ് അവിടത്തെ സ്റ്റൗവിൽ ആഹാരം ഉണ്ടാക്കിയത്? ഇപ്പോൾ ഇവരെ കൊന്ന കൊലപാതക ആ വീട്ടിലുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അയാൾ ഈ ശവങ്ങളുടെ കൂടെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. എന്തിനു വേണ്ടി അയാൾ അങ്ങനെ ചെയ്യണം? അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ മാത്രമായി പോലീസിന് മുന്നിൽ. ചില ആൾക്കാർ പറഞ്ഞത് ഇവരുടെ വീട്ടിൽ മോട്ടോർ നന്നാക്കാൻ പോയ നൈബർ ആണ് ഇവരെ കൊലപ്പെടുത്തിയതെന്ന്. കാരണം വിക്ടോറിയയുടെ മകൻ ജോസഫ് അയാളുമായി ഉണ്ടായ കുട്ടിയാണെന്നാണ് അവരെല്ലാം വിശ്വസിച്ചത്. പക്ഷേ DNA ടെസ്റ്റിൽ വിക്ടോറിയയുടെ മകൻ ജോസഫ് അവളുടെ സ്വന്തം അച്ഛനിൽ നിന്ന് അവൾക്കുണ്ടായ മകനാണ് എന്നാണ് കണ്ടെത്തിയത്. ദാറ്റ് മീൻസ് ആ കുട്ടി ഒരു ഇൻസെസ്റ്റ്വസ് റിലേഷൻഷിപ്പിലൂടെ കിട്ടിയ ഒരു കുഞ്ഞാണ്. അങ്ങനെ പല തിയറീസും ഈ കുടുംബത്തിനെ പറ്റി വരാൻ തുടങ്ങി. ചില ആൾക്കാർ ഈ വീട്ടിൽ പ്രേതബാധ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. അതിൽ ഒരാളാണ് ഇവർക്ക് വേണ്ടി പണ്ട് പണിയെടുത്തുകൊണ്ടിരുന്ന അവരുടെ പഴയ മെയ്ഡ്. പക്ഷെ എന്നാലും ഇവരുടെ ഈ മരണത്തിന്റെ ദുരൂഹത മാറ്റാൻ ആർക്കും കഴിഞ്ഞില്ല. അത് ഇന്നും ഒരു മിസ്റ്ററി ആയി തന്നെ തുടരുന്നു. ആരായിരിക്കും ഇത്രയും ക്രൂരമായി ഫാമിലിയുള്ള എല്ലാവരെയും കൊന്നത്? ഈവൻ ആ കുഞ്ഞു കുട്ടിയെ കൂടി വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിലൊന്നും ഉത്തരം ഇന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഈ ഇൻസിഡന്റിന് 1 വർഷം ശേഷം ആ വീട് അവർ അബോളിഷ് ചെയ്തു. എന്നിട്ട് അവിടെ ഇവർക്ക് വേണ്ടി ഒരു മെമ്മോറിയൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കേസിനെ പറ്റി എന്തൊക്കെ തിയറീസ് അറിയാം? ഈ കുടുംബത്തിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗും ഹൊറിഫൈങ് ആയിട്ടുള്ള കേസുകൾ ഒരു സ്റ്റോറി ഫോർമാറ്റിൽ ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വേറൊരു സ്റ്റോറിയുമായി വരുന്നവരെ ബൈ ബൈ.